ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. റിയാക്ഷൻ വീഡിയോ ആണോ അല്ലേന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഇന്ന് അമ്മുക്കുട്ടീനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചമർത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ ജിമ്മിലൊക്കെ പോയി സെറ്റായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അമ്മുക്കുട്ടി നല്ല ഉറക്കമായിരിക്കും. അവിടെ പോയി ആളെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കലാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നേരെ നമുക്ക് അമ്മുക്കുട്ടീൻ്റെ അടുത്തോട്ട് പോകാം. രാവിലെ തന്നെ വാർത്തയൊക്കെ വെച്ചിട്ടുണ്ട്. പപ്പയും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ എല്ലായിടത്തും ഇരുട്ടാണ് ഗായ്സ്. അമ്മുക്കുട്ടി ഉറക്കമായിരിക്കും. കഥക് തള്ളി പയ്യെ തുറന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് പയ്യെ ലൈറ്റ് ഇടാം ഗായ്സ്. എവിടെ ലൈറ്റ് ഇടുമ്പോൾ അമ്മൂഷേ അമ്മൂഷേ എനിക്ക് എത്ര മണിയായെന്ന് അറിയാവോ? 10 മണിയായി. എണീക്ക്. എണീക്കെന്ന് എണീക്കണേ. എനിക്ക് രാവിലെ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ ജോലിക്ക് പോവാൻ? എവിടെ നോക്കണം? അടു ഞാൻ തിരികെ തരാം. വാ അടുക്കളേ വാ. അമ്മയൊന്നും ഇല്ല. അമ്മയൊക്കെ ഓട്ടം പോയി. എനിക്ക് എന്തെങ്കിലും വച്ചതാ. വാ എനിക്ക് ജോലിക്ക് പോകണ്ടേ. ശരീരം മേടിക്കണോ? ഇത് കണ്ടോ? ഇതെന്താ നോക്കിയത്? ഇതെന്താ നോക്കിയത്? മണി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്കതില്ല ഗൈസ്. അമ്മുക്കുട്ടീനെ എണീക്കാൻ വന്നിട്ട് ഞാൻ പരാജയപ്പെട്ടു ഗൈസ്. അമ്മുക്കുട്ടിക്ക് ക്ഷീണമാണ്. അമ്മുക്കുട്ടി എണീക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുത്തിപ്പൊക്കുന്നില്ല. അവൾ പയ്യെ എണീക്കട്ടെ. അപ്പോൾ ഗൈസ്, അമ്മുക്കുട്ടീനെ എണീപ്പിക്കുന്ന ദൗത്യം നമ്മൾ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കാരണം വേറൊന്നുമല്ല, ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. ആൾക്ക് നല്ല നടുവേദനയുണ്ട്. അപ്പോൾ അത് കാരണം വെറുതെ ആളെ ഇനി കുത്തിപ്പൊക്കി കൂടുതൽ പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ചീറ്റിപ്പോയി ഗൈസ്. എൻ്റെ ദൗത്യം പാടെ ചീറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അമ്മുക്കുട്ടി എണീറ്റിരുന്നെങ്കിൽ കുറച്ചുകൂടി കാണിക്കായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ടാറ്റാ.